ആറ്റുനോറ്റ് കിട്ടിയ ഒരു അവധി ദിവസമാണ്. വെറുതെ കളയാൻ തോന്നിയില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്തിട്ട് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. അവിടെ പോയി കുറച്ച് നേരം ഇരുന്നപ്പം പിന്നെ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചന വന്നു. എന്നാൽ പിന്നെ ദൂരേക്ക് എവിടെയും പോകണ്ട, വീടിനടുത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, അവിടെ പോകാം. അവിടെ പ്രത്യേകിച്ച് എന്താ ഉള്ളത്, ഒരു കുന്നുപോലത്തെ ഒരു സംഭവം, ഒരു പ്ലെയിൻ ലാൻഡ്, ഒരു ഗ്രൗണ്ടും, പിന്നെ ഇതുപോലെ ഒരു കുട്ടി ലേക്കും ഗൂസും ഒക്കെ താറാവും ഒക്കെ ഉള്ളൊരു ഒരു അടിപൊളി വൈബ് സ്ഥലം. അങ്ങനെ അവിടെ പോവാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്നൊരു പ്ലാനിൻ്റെ പുറത്ത് കിട്ടിയ ഉടുപ്പും വാരി കയറ്റിയിട്ട് നമ്മൾ രണ്ടുപേരും ഇറങ്ങി. എന്തായാലും സ്ഥലത്തൊന്നും ഞാനിവിടെ ആദ്യമായിട്ടാണ് വരണത്. പുള്ളിക്കാരത്തി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ അവിടെ വന്നു. അങ്ങനെ വെറും കൈയും വീശിയൊന്നുമല്ല കേട്ടോ വന്നേക്കുന്നത്. വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് ഓർത്തിട്ട് അടുത്തുള്ളൊരു ബേക്കറിയിൽ കയറിയിട്ട് രസ്മലായി വാങ്ങിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി രസ്മലായി ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് വാങ്ങി. പിന്നെന്തോ കോക്കനട്ടിൻ്റെ എന്തൊരു സ്വീറ്റ് വാങ്ങി, അതെനിക്കിഷ്ടമല്ല. അങ്ങനെ അതൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കെട്ടിപ്പെറുക്കിയാണ് പോന്നേക്കുന്നത്. അപ്പോൾ ഗൂസ് കൂടാതെ ഇവിടെ സാധാരണ താറാവുണ്ട്, പിന്നെ വേറൊരു വെറൈറ്റിയിലൊരു കിളീനെ ഞാൻ കണ്ടു, അതിൻ്റെ പേരറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കാട ഇല്ലേ, കൊളക്കോഴിയോ, അതുപോലത്തെ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. കാണാൻ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ഗുണം കൊണ്ട് എടുത്ത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ ഇതിനെ ഫീഡ് ചെയ്യുന്നത് കണ്ടു കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ സഹതാപം തോന്നി. ഇവിടെയുള്ള പാർക്കിലൊക്കെ കാണുന്ന ഇങ്ങനെയുള്ള ജീവികളെ ഒന്നും ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് എല്ലായിടും അവർ എഴുതി വെക്കുന്നതാണ്. പക്ഷെ ആൾക്കാർ എക്സ്പയർ ആയിട്ടുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ ഒരു കൊതിക്ക് അവർ കൊണ്ടുവന്ന് ഇതുങ്ങൾക്കൊക്കെ ഫീഡ് ചെയ്യും. അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവരവരുടെ വേസ്റ്റ് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണോ അതോ അതുങ്ങൾക്ക് ഫുഡ് ആവട്ടെ എന്ന് ഓർക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ അതൊന്നും സേഫ് അല്ലാത്തതുകൊണ്ടായിരിക്കണം ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരായിട്ട് കൊടുക്കുന്നുണ്ടായിരിക്കണം, അല്ലാതെ അങ്ങനെ പറയത്തില്ലല്ലോ. പക്ഷെ എല്ലാവരും ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് ഒന്ന് ഫീഡ് ചെയ്യുന്ന കാണാറുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ശരിയല്ല. നമ്മളൊരു അന്യനാട്ടിൽ വരുമ്പോൾ ആ റൂൾസ് നമ്മൾ കുറച്ചൊക്കെ ഫോളോ ചെയ്യണം. അങ്ങനെ കൊണ്ടുവന്ന് രസ്മലായൊക്കെ കഴിച്ചു. നല്ല തണുത്ത പാലും രസ്മലായും അതൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ അവിടെ എവിടെയൊക്കെ നടന്നു, സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, അതുകൊണ്ട് ഇങ്ങനെ വട്ടം കറക്കി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ പോസൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു വാവന്മാരൊക്കെ അവിടെ അവരുടെ അപ്പൻ്റെയൊക്കെ കൂടെ ഓടി കളിക്കുകയും കുഞ്ഞു ബോളൊക്കെ ഉരുട്ടി കളിക്കലുണ്ടായിരുന്നു. ചിലർ മാറ്റൊക്കെ വിരിച്ചിട്ട് ചെറിയൊരു ഫുഡും കാര്യങ്ങൾ സ്നാക്സൊക്കെ, ഒരു ടീ ടൈം, ഒരു ഔട്ട്ഡോർ സെറ്റപ്പിൽ ഒരു ടീ ടൈമൊക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ടു. കുറേ ആൾക്കാർ പാട്ടൊക്കെ വെച്ച് പാട്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടു. കുറേ ആൾക്കാർ അതിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സൂര്യൻ താണ് പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നോക്കി കുറേ നേരം ഇരുന്നിട്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് ഓർത്ത് എണീറ്റ് ബസ് സ്റ്റോപ്പിൽ പോയപ്പോഴാണ് എൻ്റെ ഹെഡ്സെറ്റ് കാണുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ അവിടുന്ന് ഓടി തിരിച്ചു വന്ന് ഹെഡ്സെറ്റ് തപ്പി വട്ട് പിടിച്ചപ്പോഴാണ് ഹെഡ്സെറ്റ് എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെയും മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് തന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല. നമ്മളൊരു 1 hour അവിടെ നിന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിനുശേഷം ഞാൻ ഒന്നും കൂടി ആ ലേക്കിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആളും പേരൊക്കെ ഒഴിഞ്ഞു. പിന്നെ ആ ലേക്കിൻ്റെ ആ സ്ഥലത്തിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കിളികളൊക്കെ അവരുടെ എൻജോയ്മെൻ്റൊക്കെ കഴിഞ്ഞ് പയ്യെ ഉറങ്ങാനുള്ള പ്ലാനൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു നീന്തി തുടിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് കണ്ടു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു റിലാക്സേഷൻ. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോകണമെന്നല്ല. എനിക്ക് ഒറ്റയ്ക്ക് വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഇഷ്ടമാണെങ്കിലും അവിടം വരെ ഒന്ന് എത്തിക്കിട്ടുന്നത് ഭയങ്കര മടി പിടിച്ച കാര്യമാണ്. ആറ്റുനോറ്റൊരു ഓഫ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് നടുനിവർത്ത് കിടന്നുറങ്ങുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രയോറിറ്റി ഇപ്പോൾ. അതുകൊണ്ട് എന്ത് കാണാനുണ്ടെങ്കിലും ഞാനതങ്ങ് ഒഴിവാക്കലാണ് പതിവ്. ഇന്നെന്തായാലും വ്യത്യാസമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.